1, page number 53. Convert 40 degree 20 minutes into radian measure. So, ഇവിടെ നമുക്ക് degree measure minute കൂടെ ഒരുമിച്ചാണ് തന്നിരിക്കുന്നത്. So, we have to convert this full into degree measure only. Okay. So, 40 degree 20 minutes is equal to, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 60 minute ആണ് 1 degree. So 1 minute is 1 by 60 degree ആണ്. So ഇവിടെ 20 minute ആണ്. So 20 minute എന്താവും? 20 by 60 degree. Okay. 20 by 60 നെ നമുക്ക് 1 by 3 എന്ന് എഴുതാം. രണ്ട് 0 ക്യാൻസൽ ചെയ്തു. 2 by 6 equal to 1 by 3. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 divided by 2, 1. 6 by 2, 3. So 1 by 3 degree എന്ന് 20 minutes in eഴുതാം. So we have 40 degree plus 1 by 3 degree. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് 40 plus 1 by 3 degree എന്ന് എഴുതാം. Okay. Now ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. 3 denominator. 40 into 3, 120 plus 1 degree. 120 plus 1 is 121. So we have 121 by 3 degree. So 40 degree 20 minute is equal to 121 by 3 degree, and this can be converted into radian measure by multiplying it by pi by 180. 121 by 3 into pi by 180. Okay. 121 into factors 11 and 11. 11 into 11 ആണ് 121. 3 is not a multiple of 11. 180 is not a multiple of 11. So 121നും 3ക്കോ 180ക്കോ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നുമില്ല. സോ നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 121 into pi is 121 pi. 3 into 180 is 540. So we got the answer. 40 degree 20 minute is equal to, in radian measure, 121 pi by 540. This question is exercise 3.1. First question, second part. Minus 47 degree 30 minute. So ഇവിടെ ആംഗിൾ നെഗറ്റീവ് ആംഗിൾ ആണ്. നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡിലേക്ക് ആംഗിൾ മെഷർ ചെയ്തത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ്. അത്രയേ ഉള്ളൂ. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ റിയൽ നമ്പറിനോ എഴുതുന്ന പോലെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അങ്ങനെ ഒരു മീനിങ് അല്ല. നെഗറ്റീവ് മീൻസ് ദിസ് ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ദാറ്റ്സ് ഓൺലി. ഓക്കെ. സോ ദിസ് ഇസ് നെഗറ്റീവ് ആംഗിൾ. സോ ഇറ്റ്സ് റേഡിയൻ മെഷർ ഓൾസോ വിൽ ബി നെഗറ്റീവ്. ഓക്കെ. അപ്പം നമുക്കിതിനെ ചെയ്യണമെങ്കിൽ ഈ നെഗറ്റീവ് എന്നുള്ളത് ആദ്യം അങ്ങനെ തന്നെ മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ളത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 47 ഡിഗ്രി. ഇവിടെ മിനിറ്റ്സിൽ ഒരു മെഷർ തന്നിട്ടുണ്ട് 30 മിനിറ്റ്സ് എന്നുള്ളത്. സോ 30 മിനിറ്റ്സിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വി നോ ദാറ്റ് 60 മിനിറ്റ് ഇസ് ഈക്വൽ ടു 1 degree. So 1 minute is equal to 1 by 60 degree. So 30 minute is equal to 30 by 60 degree. Okay, ആ രീതിയിൽ പോവുകയാണെങ്കിൽ 60 മിനിറ്റ് 1 ഡിഗ്രി ആണെങ്കിൽ 30 മിനിറ്റ് എത്രയായിരിക്കും? 1 by 2 ഡിഗ്രി ആയിരിക്കും. ആ ലോജിക്ക് വെച്ച് അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ 60 മിനിറ്റിനെ 1 മിനിറ്റിലേക്ക് മാറ്റി എഴുതാം. പിന്നെ 30 മിനിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇൻറ്റു ചെയ്യാം. ആ രീതിയിലും ചെയ്യാം. സോ നമുക്ക് പ്ലസ് 1 by 2 ഡിഗ്രി. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു നെഗറ്റീവ് മാറ്റി വെക്കണം. ഈ നെഗറ്റീവ് ഈ 47 മാത്രമല്ല ഉള്ളത്, ആ ഫുൾ ഡിഗ്രി മെഷറിനും നെഗറ്റീവ് ബാധകമാണ്. സോ നെഗറ്റീവ് പുറത്ത് വയ്ക്കുക, ബാക്കിയുള്ളതിനൊക്കെ ബ്രാക്കറ്റിലിടാം. ഓക്കെ. സോ മൈനസ്. ഇനി ഇതിനെ മൊത്തം നമുക്ക് 47 പ്ലസ് 1 by 2 ഡിഗ്രി ഞാൻ മൊത്തത്തിൽ മാറ്റി എഴുതി. നൗ മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. 2 ഡിനോമിനേറ്റർ. 47 into 2. 47 into 2 is 94. Plus 1 degree. That is minus 95 by 2 degree. So degree measure നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. ഇനി ഇതിന് റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് അവിടെ തന്നെ വെക്കുക. 95 ഡിഗ്രി ബൈ 2ന് 95 by 2 എന്ന് എഴുതിയാൽ മതി. ബിക്കോസ് we are going to convert it into radian measure. So into pi by 180.
ഓക്കെ, നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ 95 ഉണ്ട്, ഡിനോമിനേറ്ററിൽ നമുക്ക് 2ഉം 180യും ഉണ്ട്. സോ 95ലും 180ലും 5 ഫാക്ടറാണ്. സോ രണ്ട് നമ്പേഴ്സിനെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ മൈനസ് 95നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ what do you get? 1 5s are 5, 9 minus 5 4, 45, 9 into 5 is 45, so we get 19. Okay, 19 pi by this 2 into 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. സോ ഇൻറ്റു 36. ഓക്കെ, 19 ഒരു പ്രൈം നമ്പർ ആണ്. സോ കോമൺ ആയിട്ട് 19ഉം 2നും 36നും ഫാക്ടേഴ്സ് ഇല്ല. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മൈനസ് 19 പൈ ബൈ 2 ഇൻറ്റു 36 72 റേഡിയൻ ആണ് ആൻസർ. ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. കൺവേർട്ട് മൈനസ് 37 ഡിഗ്രി 30 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർ. സോ ഞാൻ പറഞ്ഞു നെഗറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് that angle measured in clockwise direction എന്ന് മാത്രമാണ്. So here the degree measure, the angle is negative angle, so its radian measure also will be negative. So minus 37 degree 30 minute can be written as. So ആദ്യം തന്നെ മൈനസ് മാറ്റി വെച്ചേക്കുക, ബ്രാക്കറ്റ് ഇടുക, 37 ഡിഗ്രി പ്ലസ് 30 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം 60 മിനിറ്റ് ഇസ് ഈക്വൽ ടു 1 ഡിഗ്രി. സോ 30 മിനിറ്റ് എത്രയാ? അതിന്റെ പകുതി. സോ 1ന്റെ പകുതി ഹാഫ് ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് 30 ഡിഗ്രി ഹാഫ് ഡിഗ്രി എന്ന് എഴുതാം, 30 മിനിറ്റ് ഹാഫ് ഡിഗ്രി എന്ന് എഴുതാം. സോ മൈനസ്, സോ ഇതിനെ ഒരുമിച്ച് നമുക്ക് ആ ഡിഗ്രി എന്നുള്ള ആ സിമ്പിൾ പുറത്ത് കോമൺ ആയിട്ട് എഴുതാം. 37 പ്ലസ് 1/2 ഡിഗ്രി. ഓക്കെ, സോ മൈനസ് LCM, so 2 is the denominator. 37 into 2, 37 into 2 is 74. Okay, 74 plus 1 degree. So we have minus 74 plus 1 is 75. 75 by 2 degree. So degree measure complete ആയിട്ട് തന്നിരിക്കുന്ന മെഷറിനെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അതിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാം by multiplying it by pi by 180. So minus 75 degree by 2നെ 75 by 2 എന്ന് എഴുതിയാൽ മതി, into pi by 180. Okay, now 75ഉം 180ഉം മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. സോ രണ്ട് നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ മൈനസ് 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 75 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 15 എന്ന് വരും. സോ 15 into this pi by 2 അങ്ങനെ 180നെ 5 കൊണ്ട് ഡിവൈഡ്. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ, ന്യൂമറേറ്ററിൽ ഒരു നമ്പറിനെ ഡിനോമിനേറ്ററിൽ ഒരു നമ്പറിനെയുമാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36. എഗെയിൻ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നോക്കുക, കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന്. 15ഉം 36ലും 3 കോമൺ ആണ്. സോ രണ്ട് നമ്പേഴ്സിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ മൈനസ് 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ്, ഇൻറ്റു പൈ ബൈ 2 ഇൻറ്റു താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ എടുക്കുന്ന നമ്പർ 36 ആണ്. 36 ആണ് 3യുടെ മൾട്ടിപ്പിൾ. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. സോ ആൻസർ ആയി മൈനസ് 5 ഇൻറ്റു പൈ 5 പൈ ബൈ 2 ഇൻറ്റു 12 24. ഇറ്റ് ഈസ് ദ ഗിവൺ ഡിഗ്രി മെഷർ ഇൻ റേഡിയൻ മെഷർ. Convert minus 39 degree 22 minute 30 seconds into radian measure. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിഗ്രി മെഷർ ഉണ്ട്. ടോട്ടൽ ഡിഗ്രി മെഷർ ആണ്. അതിൽ ഡിഗ്രിയിലും മിനിറ്റ്സിലും ആ ഡിഗ്രിയെ മിനിറ്റ്സിലേക്കും മിനിറ്റ്സിനെ വീണ്ടും സെക്കൻഡ്സിലേക്കും കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിഗ്രി മെഷറിലുള്ള ഒരു മെഷറിനെയാണ്. സോ ആദ്യം നമ്മൾ ഈ സെക്കൻഡിനെ മിനിറ്റിലോട്ടും മിനിറ്റിനെ ഡിഗ്രിയിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് റേഡിയനിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദിസ് സെക്കൻഡ്സ് ടു മിനിറ്റ്. വി നോ ദാറ്റ് 60 സെക്കൻഡ്സ് ഈക്വൽ ടു 1 മിനിറ്റ്. സോ ഇവിടെ 30 സെക്കൻഡ്സ് ആണ്. 30 സെക്കൻഡ്സ് അപ്പം എത്രയായിരിക്കും? 1/2 മിനിറ്റ് ആയിരിക്കും. So instead of this 30 seconds, we can write 1/2 minute. Okay. So minus 39 degree
22 minutes 30 seconds. ഇവിടെ നെഗറ്റീവ് ആംഗിൾ ആണ്. ദാറ്റ് മീൻസ് ദ ആംഗിൾ ഇസ് മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. സോ ആ മൈനസ് അതാണ് സൂചിപ്പിക്കുന്നത്. സോ മൈനസ് അങ്ങനെ തന്നെ മാറ്റി വെക്കുക. ബാക്കിയുള്ളത് 39 ഡിഗ്രി പ്ലസ് 22 മിനിറ്റ് പ്ലസ് 30 മിനിറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 മിനിറ്റ്. So this is equal to minus 39 degree plus മിനിറ്റ്സിനെ ഒരുമിച്ച് എഴുതാം. സോ ആ മിനിറ്റ്സിന്റെ രണ്ടിലുമുള്ള ആ ഒരു സൈൻ നമുക്ക് പുറത്തേക്ക് മാറ്റി എഴുതുവാണെങ്കിൽ 22 പ്ലസ് 1/2 മിനിറ്റ് എന്ന് എഴുതാം. സോ വി ഹാവ് മൈനസ് 39 ഡിഗ്രി പ്ലസ്, ഈ മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടണമെന്ന് പോലുമില്ല. നമ്മൾ മൈനസ് ഉള്ളിലോട്ട് എടുക്കാതിരിക്കാനാണ് മൈനസ് മാറ്റി വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പം 2 LCM 22 into 2 44 plus 1 minute. Okay, so it is minus 39 degree plus 45/2 minute. ഞാനൊരു കാര്യം ഇപ്പോഴേ പറയുന്നു, നിങ്ങൾ മൈനസ് 39 ഡിഗ്രി മൈനസ് 45 അങ്ങനെ എഴുതരുത്. മൈനസ് എന്ന് സൂചിപ്പിക്കുന്ന നെഗറ്റീവ് ആംഗിൾ മാത്രമാണ്. ഇതിന് നമ്മൾ പുറത്ത് മാറ്റി വെക്കുന്നു, അതിനൊരിക്കലും ഉള്ളിലോട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, സോ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ള പരിപാടിയൊന്നും അല്ല. ഞാനത് മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആംഗിൾ ആണ് കാണിക്കുന്നത്. അതിനെ നമ്മൾ പുറത്തേക്ക് മാറ്റി വെക്കുക. ഓക്കെ, സോ 39 ഡിഗ്രി. ഇനി ഈ 45/2 മിനിറ്റിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റണം. നമുക്കറിയാം 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. സോ 1 മിനിറ്റ് 1/60 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് 45/2 മിനിറ്റ് ആണ്. സോ 45/2നെ 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 45ഉം 60. 45 is multiple of 5 ആണ്. 60 multiple of 5 ആണ്. 45/5 ചെയ്യുമ്പോൾ 9 കിട്ടും. 60/5 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. Again 9 ഉണ്ട് 12 ഉണ്ട്. That can be divided by 3. So 9/3 3 വരും. 12/3 4 വരും. So 45/2 മിനിറ്റ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 3/8 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് 45നെ 16നെയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടും, ഇവിടെ 4 കിട്ടും. സോ 3 into 1 3, 2 into 4 8. ഓക്കെ, ഇനി മൈനസ്, ഇനി നമുക്ക് ആ ഡിഗ്രി മെഷേഴ്സ് ആ 39ഉം 3/8നെയും ആഡ് ചെയ്യാം. 39 പ്ലസ് 3/8 ഡിഗ്രി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ്, ഇനി നമുക്ക് ബ്രാക്കറ്റ് വേണമെന്നില്ല, 8 ഡിനോമിനേറ്റർ 39 into 8. 39 into 8, 9 into 8 72, 7, 3 into 8 24 plus 7 31. So 312 plus 3 degree. So this is minus 315/8 degree. So ഡിഗ്രി മെഷറിലേക്ക് തന്നിരിക്കുന്ന മെഷറിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ റേഡിയനിലേക്ക് മാറ്റാം. റേഡിയൻ മെഷറിലേക്ക് മാറ്റാൻ 315/8 ഡിഗ്രിയിലെ 315/8 ഇൻറ്റു π/180. ഓക്കെ, സോ ന്യൂമറേറ്ററിലുള്ള 315നെ അതേപോലെ ഡിനോമിനേറ്ററിലുള്ള 180നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. കാരണം രണ്ടിന്റെ യൂണിറ്റ്സ് പ്ലേസിലുള്ള നമ്പേഴ്സ് 5ഉം 0 ആണ്. അത് മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. സോ മൈനസ് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. 315നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ what do you get? 6 into 5 30, 15, 3 into 5 15, നമുക്ക് 63 എന്ന് കിട്ടും. സോ 63 into π/8 into 180നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. സോ മൈനസ് അഗെയിൻ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നോക്കാം. ഏതെങ്കിലും നമ്പർ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണോ അതൊന്ന് ചെക്ക് ചെയ്യാം. സോ 63 ഉണ്ട്, 36 ഉണ്ട്, രണ്ടും 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ട് നമ്പേഴ്സിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 63നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. സോ 7 into π/8 into 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. So we have minus 7 π/8 into 4 32 ആണ് ആൻസർ.